എന്റെ പ്രിയപ്പെട്ട എല്ലാ കുഞ്ഞു കൂട്ടുകാർക്കും ആദ്യം ഹൃദയം നിറഞ്ഞ സ്നേഹാശംസകൾ. ഒരു പൊതുവിദ്യാലയത്തിന്റെ കരുത്തെന്ന് പറയുന്നത് അവിടുത്തെ എല്ലാ കാര്യങ്ങളിലും സജീവമായി ഇടപെടാൻ താല്പര്യം മനസ്സുമുള്ള പൊതുവിദ്യാലയത്തിലേക്ക് കുട്ടികളെ അയച്ചതിന്റെ പേരിൽ ദുഃഖിക്കാത്ത പ്രയാസപ്പെടാത്ത രക്ഷിതാക്കളാണ്. വിദ്യാലയത്തിലേക്കാണ് അയച്ചത് എന്നുള്ളതിന്റെ പേരിൽ നിങ്ങളുടെ കുട്ടിക്ക് ഒരു കുറവ് വരാതിരിക്കാൻ ഇവിടുത്തെ ഓരോ അധ്യാപകരും അവർ കഷ്ടപ്പെടുന്നത് പോലെ, PTA കഷ്ടപ്പെടുന്നത് പോലെ, ഇവിടുത്തെ പ്രാദേശിക ജനപ്രതിനിധികൾ നിങ്ങളുടെ കൂടെ ഉള്ളതുപോലെ എന്നെ കൊണ്ടാവും വിധം ഞാനും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും എന്നുള്ള ഉറപ്പും വാക്കും. ഇവിടെ ഈ കുറെ പരിമിതികളൊക്കെ ഉണ്ടെന്ന് എനിക്കറിയാം. അത് ഒറ്റയടിക്ക് മുഴുവൻ ഇപ്പൊ ശരിയാക്കി തരാമെന്ന് പറഞ്ഞാൽ അത് ശരിയാവാനും പോകില്ല എന്ന് പറയാം. എന്നാലും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി എന്തെങ്കിലുമൊക്കെ ഇടപെടൽ നടത്തുന്നവരുടെ പട്ടികയിൽ ഞാനും ഉണ്ടായിരിക്കും എന്നുള്ളത് ഈ സംഗമത്തിൽ എല്ലാവരോടും പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ദീർഘമായൊരു പ്രസംഗത്തിനൊന്നും ഞാൻ മുതിരുന്നില്ല. പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് സാധാരണക്കാരുടെ മക്കൾക്ക് പഠിക്കാൻ പണം ഒരു മാനദണ്ഡമാകാതെ എന്റെ കുട്ടി പഠിച്ച് വളരണമെന്ന് ആഗ്രഹിക്കുന്ന നാട്ടിലെ സാധാരണക്കാർക്ക് അവരുടെ കുട്ടികളെ മറ്റുള്ള സ്കൂളുകളോ സൗകര്യങ്ങളോ അതൊക്കെ കാണുമ്പോ അവിടെ കുട്ടികളെ അയക്കാൻ പറ്റിയില്ലല്ലോ എന്ന് ആലോചിച്ചിട്ട് നിങ്ങളുടെ മനസ്സിലൊരു പ്രയാസം വേണ്ട. കുട്ടികളുടെ ജീവിതത്തിലെ വിജയത്തിന്റെ തോത് തീരുമാനിക്കുന്നത് പലപ്പോഴും സൗകര്യങ്ങൾ മാത്രമായിരിക്കില്ല. ആ കുട്ടികൾ ജീവിതത്തിൽ അവരുടെ വിദ്യാഭ്യാസ കാലയളവിൽ അവരതിജീവിക്കുന്ന, അവർ കാണുന്ന, അവരെ ചുറ്റുപാടിൽ മനസ്സിലാക്കുന്ന കാര്യങ്ങൾ ഒരു മനുഷ്യൻ എന്നുള്ള നിലയിൽ അവരുടെ വിജയത്തിന് ഒരു വലിയ കാരണമായി പിൽക്കാലത്ത് മാറുമെന്ന കാര്യത്തിന് സംശയം വേണ്ട. മാനസികമായും ശാരീരികമായും ഒരു പൊതു ഇടത്തിൽ ജീവിച്ച് വളർന്നു വരുന്നതിന്റെ പരിചയവും അതിന്റെ വഴക്കവും അതിന്റെ ഗുണങ്ങളും അതിന്റെ ആത്മവിശ്വാസവും ചെറിയ ചെറിയ തിരിച്ചടികളോ പ്രയാസങ്ങളോ ഒക്കെ വരുമ്പോ അതിന്റെ മുന്നിൽ പതറിപ്പോകാതെ ഒരു പെൺകുട്ടി, ആ പെൺകുട്ടിയുടെ വീട്ടിൽ വലിയ സൗകര്യങ്ങളില്ല. അച്ഛൻ കൂലിപ്പണിക്കാരനാണ്, അമ്മ കൂലിപ്പണിക്കാരിയാണ്. എല്ലാ ദിവസവും രാവിലെ കൂലിപ്പണിക്ക് പോകുന്ന അച്ഛനും കൂലിപ്പണിക്ക് പോകുന്ന അമ്മയും കണ്ടിട്ട് ആ കുട്ടി അവിടുത്തെ ഒരു പൊതുവിദ്യാലയത്തിലാണ് അതിന്റെ വിദ്യാഭ്യാസ കാലയളവ് പൂർത്തിയാക്കിയത്. ആ വിദ്യാഭ്യാസ കാലയളവിൽ പഠിക്കുന്ന സമയത്ത് തന്നെ ആ കുട്ടിക്ക് കഴിവുകളുണ്ട്. ആ കുട്ടിയുടെ അന്നത്തെ കഴിവെന്ന് പറയുന്നത് സ്പോർട്സിലായിരുന്നു. ഈ മെലിഞ്ഞ് കൊലുതനെയുള്ള കുട്ടിക്ക് പോഷകാഹാര കുറവും പ്രൊഫഷണൽ എക്യുപ്മെന്റ്സിന്റെയും ഉപകരണങ്ങളുടെയും കിറ്റിന്റെയും എല്ലാം കുറവുണ്ടായിരുന്നു. വലിയ സൗകര്യങ്ങളിലൂടെ എല്ലാ കുട്ടി മുന്നോട്ട് പോയി. ആ കുറവുകളൊക്കെ ഉള്ളപ്പോഴും ആ കുട്ടിയുടെ സ്വന്തം ഇഷ്ടത്തെ, പാഷനെ, കഴിവിനെ ആ കുട്ടിയും അതിന്റെ രക്ഷിതാക്കളും പ്രോത്സാഹിപ്പിച്ചുകൊണ്ടേയിരുന്നു. കൂലിപ്പണിക്ക് പോയി കിട്ടുന്ന പണത്തിൽ നിന്ന് മിച്ചം വരുന്ന തുച്ഛ ഫണ്ടിലെത്തി അവസാനം ഇന്ത്യ രാജ്യത്തിന് വേണ്ടി സ്വർണം നേടിയ PU ചിത്ര എന്ന് പറയുന്ന കൊച്ചു മിടുക്കി. ആ മിടുക്കി വളർന്നു വന്നത് ഒരു പൊതുവിദ്യാലയത്തിൽ നിന്നാണ്. ആ ചിത്രക്ക് ഒരു സമ്മാനം കിട്ടിയ അവസാനം സമ്മാനം കിട്ടിയത് ഒരു വാഹനം നോക്കുമ്പോ ആ വാഹനം ആ കുട്ടിയുടെ പള്ളിക്കൂടങ്ങൾ ഈ നാടിന് നൽകുന്നുണ്ട് എന്നുള്ളത് എല്ലാവർക്കും അറിയാം. ഈ തലമുറ ജാതിയുടെയും മതത്തിന്റെയും ഒന്നും വേർതിരിവില്ലാതെ ഈ മക്കൾ വളർന്നു വരട്ടെ. അവര് സാധാരണക്കാരുടെ ജീവിത സാഹചര്യങ്ങൾ കണ്ടു വളർന്നു വരട്ടെ. അവർക്ക് ധൈര്യം കൊടുക്കുക, അവർക്ക് പ്രോത്സാഹനം കൊടുക്കുക. ഇപ്പത്തിരിക്കുന്ന ഞങ്ങൾ എല്ലാവരും കൂടെ ചേർന്ന് ഞങ്ങളെ കൊണ്ടാവിധം ഞങ്ങളും ഈ സ്ഥാപനങ്ങളുടെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ ഇടപെടലുകൾ നടത്താമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് പ്രിയപ്പെട്ട ജമീല ടീച്ചർക്കും അതുപോലെ തന്നെ പ്രിയപ്പെട്ട PTA പ്രസിഡന്റ് പ്രിയപ്പെട്ട ശ്രീ NP ഷക്കീർ അവർക്കും പ്രിയങ്കരിയായ SRD കൺവീനർ വി അപർണ അവർക്കും അതുപോലെ തന്നെ വേദിയിലുള്ള പ്രിയപ്പെട്ട ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് OT നഫീസ അവർക്കും പ്രിയപ്പെട്ട PM അബ്ദുറഹ്മാൻ, KK ഷമീന അവർക്കും, AC അബ്ദുൽ മജീദ്, സബിന മോഹൻ, KP അബ്ദുൽ മജീദ്, VK റഫീഖ്, ശ്രീജേഷ് സൂരജ്, സജിമോൾ, ജമാൽ കുറ്റ്യാടി, അതുപോലെ തന്നെ പ്രിയപ്പെട്ട നാസർ തൈമുൽ, സുരേഷ് മാഷ് ഉൾപ്പെടെയുള്ള വേദിയിലെ പ്രിയപ്പെട്ട ബഹുമാന്യരായ പൊതുപ്രവർത്തകർ, രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ പ്രതിനിധികൾ, പഞ്ചായത്ത് മെമ്പർമാർ, അതുപോലെ തന്നെ സ്റ്റാഫ് സെക്രട്ടറി സാജിദ് മാഷ്, ബഹുമാന്യരായ അധ്യാപകന്മാർ, അനധ്യാപക ജീവനക്കാർ, രക്ഷിതാക്കൾ, കുഞ്ഞു കൂട്ടുകാർ, നാടിനു വേണ്ടി ഈ പ്രസ്ഥാനത്തിന്റെ അഭ്യുദയകാംക്ഷികളായി വന്നവർ, പ്രിയപ്പെട്ട മാധ്യമ പ്രവർത്തകർ, മൈക്കും കൊണ്ടുവന്ന ഫോട്ടോ എടുക്കുന്ന ഉൾപ്പെടെയുള്ള എല്ലാ ചേട്ടന്മാർക്കും ചേച്ചിമാർക്കും അച്ഛനമ്മമാർക്കും എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്നേഹാശംസകൾ നേർന്നുകൊണ്ട് ഈ സംഗമം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.